എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏതായാലും കാരണഭൂതം അങ്ങനെ വീട്ടിലിരിക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ. സാധാരണ രീതിയിൽ ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും, പ്രത്യേകിച്ചും 10 വർഷം ഭരിച്ചു കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ജനങ്ങളോട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ജനങ്ങൾ നൽകിയ സഹകരണത്തിന് നന്ദി പറയണം, പറയാനുള്ള കാര്യങ്ങൾ പറയണം, ഈ ജനവിധി താൻ അംഗീകരിക്കുകയാണ് എന്ന് പറയണം. അങ്ങനെ അതാണ് ഒരു മാന്യമായ അവസ്ഥ. പിന്നെ പിണറായി വിജയന് മാന്യത ഇല്ലല്ലോ. മാന്യത ഇല്ലാത്തതുകൊണ്ട് പിണറായി വിജയൻ ഒന്നും മിണ്ടിയിട്ടില്ല. പകരം മിണ്ടുന്നത് ഈ എം സുരാജിനെ പോലുള്ള ചില വിഷം വമിപ്പിക്കുന്ന വിഷജന്തുക്കളാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ വേറെ ഏറ്റവും വലിയ രസം എന്താ അറിയോ, ഇപ്പോഴും സഖാക്കന്മാർക്ക് മനസ്സിലായില്ല അത്രേ എന്താണ് ഇതിന്റെ കാരണം. ഇന്ന് ദേശാഭിമാനിയെ, ഇന്നത്തെ ദേശാഭിമാനിയാണേ, ഇന്നത്തെ ദേശാഭിമാനി വല്ലാണ്ട കള്ളത്തരം പറഞ്ഞില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു പേജ് നിങ്ങൾ വളരെ അപൂർവമായി കാണുള്ളൂ കേട്ടോ. UDF ജയം അല്ലേ, എന്ത് സത്യസന്ധമായിട്ട് പറയുന്നത്. UDF ജയം, LDF 35, NDA 3, LDF 35, NDA 3, UDF ജയം 102, 140. 5 ജില്ലകളിൽ എല്ലാ സീറ്റും UDF. എന്തൊരു മാന്യതല്ലേ. 5 ജില്ലകളിൽ എല്ലാ സീറ്റും UDF. മുഖ്യമന്ത്രി അടക്കം 6 മന്ത്രിമാർക്ക് ജയം. തോറ്റുപോയതിനെ കുറിച്ച് മിണ്ടുന്നില്ല കേട്ടോ. അത് കുഴപ്പമില്ല. അതായത് ഈ സത്യം പറയാന്ന് പറയുമ്പോൾ എല്ലാം അങ്ങനെ വിളിച്ചു പറയണമെന്നൊന്നും ഇല്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട് മാത്രം പറയാം. സഭയിൽ 11 വനിതകൾ മുഖ്യമന്ത്രി രാജി നൽകി. അതാണ് ഏറ്റവും വലിയ രസം. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഗവർണറെ ചെന്ന് കണ്ട് രാജി സമർപ്പിച്ച് ചില പ്രശ്നങ്ങളൊക്കെ നടത്തി നന്ദി പറഞ്ഞ് അതൊക്കെയാണല്ലോ അതിന്റെ ഒരു മാന്യത. പക്ഷെ പിണറായി വിജയൻ ഗവർണർ കാണാൻ പോയില്ല, ദൂതൻ വശം രാജിക്കത്ത് കൊടുത്തയക്കാണ് ചെയ്തത്. ഇനി മൂപ്പര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് അറിയില്ല. എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ദൃശ്യം എന്താണെന്ന് അറിയോ, ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പാവപ്പെട്ട ഒരു സഖാവ് ചോദിച്ചത്, സഖാവെ ഒരു ചോദ്യം, വീട്ടിൽ പോയി ചോദിക്ക്. അവസാനം ജനങ്ങൾ പറഞ്ഞു, ഡോ കാരണഭൂതമേ വീട്ടിൽ പോയിരിക്കടോ എന്ന് പറഞ്ഞ് കാരണഭൂതം വീട്ടിലിരിക്കുന്ന ഒരു ദുർഗതി കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷെ ഇയാളെ മാതിരി ഒരു അഹങ്കാരി, ധൂർത്തൻ, ധാർഷ്ട്യം അല്ലേ. അതാ പറഞ്ഞത്, കാലം ഒരു കണക്കും ബാക്കി വെക്കില്ല. ഒരു കണക്കും ബാക്കി വെക്കാതെ കാലം മുന്നോട്ട് പോകില്ല എന്നാ പറഞ്ഞത്. ഇന്നലെ വരെ എന്തേനു 65 കാറുകള്, ഹെലികോപ്റ്റർ, പാറ്റ ടാങ്ക്, ബസ്സിൽ കയറാൻ ലിഫ്റ്റ്, വീട്ടിൽ കയറാൻ ലിഫ്റ്റ്, തൊഴുത്തില് മറ്റേ. ഇപ്പൊ എന്തായി? ഇതാണ് പറയുന്നത്. എന്നും ഒന്നുപോലായിരിക്കില്ല. മരുവൻ കേട്ടോ, നല്ലതാണ്. എന്നും ഒന്നുപോലായിരിക്കില്ല. കഴിഞ്ഞ 5 വർഷം അമ്മായിയച്ഛന്റെ പൈസ എടുത്ത് ദൂർത്തടിച്ചതല്ലേ. കഴിഞ്ഞ 5 വർഷം അമ്മായിയപ്പന്റെ പൈസ എടുത്ത് ദൂർത്തടിച്ചു. ഇനിയുള്ള 5 വർഷം ബേപ്പൂര് MLA ആയിരിക്കുന്ന മരുവനെ സംബന്ധിച്ചിടത്തോളം കഷ്ടകാലമൊന്നല്ല. അതിന് മാത്രം ഞാൻ ബാക്കി പറയുന്നില്ല. ഇനി ദേശാഭിമാനിയുടെ ഏറ്റവും താഴെയുണ്ട്, പരാജയം അപ്രതീക്ഷിതം. ഒന്ന് നോക്കിയാട്ടെ, പരാജയം അപ്രതീക്ഷിതം. നിങ്ങൾ ആരെങ്കിലും ഈ നാട്ടിലെ ബോധവും വിവരമുള്ള ആരെങ്കിലും കരുതിയിട്ടുണ്ടോ ഈ LDF പരാജയം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമെന്ന്? എല്ലാവരും നിങ്ങൾ തോക്കുന്ന് വിചാരിച്ചതാണ്. ഇനി നിങ്ങളുടെ ഇടയിൽപ്പെട്ട ആൾക്കാർ തന്നെ പുറത്തു പറയാനുള്ള പേടിയോട് പറയാണ്, ഞങ്ങളെ ക്യാപ്റ്റൻ മൂന്നാമത് വരുന്നു. അതിന്റെ ഇടയിൽ എന്തൊക്കെ തമാശകളാണെന്നറിയോ. ഞങ്ങൾക്കൊരു കപ്പിത്താനുണ്ട് സാർ, ഞങ്ങളുടെ കപ്പൽ ആടിയുലയുകയില്ല സാർ. അവസാനം കപ്പലും മുങ്ങി, കപ്പിത്താനും കാണുന്നില്ല. ഇത് പറഞ്ഞ പടലി മന്ത്രിനെ ജനങ്ങള് നാണം കെട്ട അവസ്ഥയിൽ അല്ലെ. എന്തൊക്കെ കള്ള നാട്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. ഇതിനൊക്കെ മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മള്. അതായത് മറ്റേ KSUക്കാര് കരിങ്കൊടി വീശിയപ്പോഴത്തേക്ക് കഴുത്ത് അറ്റുപോയി. അപ്പോഴത്തേക്കാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞ് കഴുത്തടിച്ചു, തിരിച്ചു, വളച്ചു പറയാൻ ഗോവിന്ദന്റെ വക ഒരു മോണോ ആക്ട്, കംപ്ലീറ്റ് എന്താ പറയാ, മോണോ ആക്ടും നാടകം കളിയായിരുന്നു ഗോവിന്ദന്റെ വക മോണോ ആക്ട്. അപ്പോഴത്താണ് MB ജയരാജൻ പറഞ്ഞത് ഇതെന്താണ് ചാവേർ ആക്രമണമാണ്. ഇതാ എന്റെ അടുത്ത് തെളിവുണ്ട്. വെള്ളക്കുപ്പായിട്ടമാൾ കറുത്തായുധമായി ഇതാ കഴുത്തിനാഞ്ഞടിക്കുന്നു, ഇത് വധശ്രമമാണ്. അപ്പോഴത്തേക്ക് KK രാഗേഷ് പറഞ്ഞു ഇത് കൊലപാതക ശ്രമമാണ്, ഇതിനെതിരെ ഞങ്ങൾ ഇതാ ആഞ്ഞടിക്കാൻ വേണ്ടി പോകും.
പോകുന്നു. അപ്പോഴത്തേക്ക് ഇതാ മുഖ്യമന്ത്രി പാഞ്ഞെത്തുന്നു. ഈ വീണ ജോർജ് ഇങ്ങനെ കഴുത്തിൽ മറ്റേ കുടുക്കൂട്ടി കണ്ടിങ്ങനെ കിടക്കുകയാണ്. മുഖ്യമന്ത്രി നെഞ്ചത്തടിച്ച് കരയുന്നു. കെ രാഗേഷ് നിലവിളിക്കുന്നു. എന്തൊക്കെയായിരുന്നു അല്ലേ? അവസാനം ഈ നമുക്കിതൊക്കെ മനസ്സിലാക്കാം. ഡോക്ടർമാർ പരിയാർ മെഡിക്കൽ കോളേജിലെ 13 വിദഗ്ധ ഡോക്ടർമാർ പറഞ്ഞു നമുക്ക് ഭയങ്കര മറ്റേ കശേരിക്കളുടെ മൂലറ്റുവെന്നോ എന്താ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞാൽ വിദഗ്ധ ചികിത്സ വേണം, കംപ്ലീറ്റ് റെസ്റ്റ് വേണം, അടുത്ത കാലത്തൊന്നും ICU രക്ഷപ്പെടാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിറ്റേന്ന് രാവിലെ 36 വണ്ടി വിളിച്ച് കണ്ട് നേരെ 300-350 കിലോമീറ്റർ യാത്രയും ചെയ്ത് പോയി. ഇതാണ് വീണ ജോർജ് കൊടുത്ത പണി അല്ലേ? അബിൻ വർക്കി മിന്നുന്ന ജയം. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ നമുക്ക് തീരില്ല. അപ്പൊ ഞാൻ ഈ ആദ്യത്തെ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് ഈ എങ്ങനെ തോറ്റുപോയി എന്നുള്ളതാണ് ഇവരിപ്പം എന്താ പറയാ തലമുഖന് ആലോചിക്കുന്നത്. എങ്ങനെ തോറ്റുപോയി? ഇതിപ്പോ ആരാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക? എങ്ങനെ തോറ്റുപോയി എന്ന്? ദേശാഭിമാനിയുടെ മുഖപ്രസംഗണ്ടേ, ദേശാഭിമാനിയുടെ തിരിച്ചടി അപ്രതീക്ഷിതം എന്നാ പറയുന്നത്. എന്താണെന്നറിയോ? പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ഇക്കാലയളവിൽ സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചത്. പ്രകടന പത്രികയിൽ പറഞ്ഞ എത്ര കാര്യങ്ങൾ നിങ്ങൾ നടപ്പാക്കാതെ പോയി. ആശാ വർക്കർമാർക്ക്, ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇവരുടെ ജീവിതം 285 ദിവസം സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ പാവപ്പെട്ട അമ്മമാര് വെയിലും മഴയും കൊണ്ട് സമരം നടത്തിയിട്ട് പിണറായി വിജയൻ 100 രൂപ കൂട്ടിക്കൊടുത്തോ. വീട്ടിലിരിക്കല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കോ. നീ ചെയ്ത ദുഷ്ടതരങ്ങൾ ആ ആശാ വർക്കർമാർക്ക്, ആ അമ്മമാർക്ക്, ആ സഹോദരിമാർക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാൻ ആവാത്ത നീയൊക്കെ എന്ത് മനുഷ്യനാണ്? എന്നിട്ട് കാരണം മനസ്സിലായില്ല. അത്ര എന്താ തോറ്റതെന്ന് കാരണം മനസ്സിലായില്ല. കണക്ക് പുറത്ത് മാറി നിക്ക് വിട്ടുപോയി ചോദിക്ക്. അമ്മാതിരി കമന്റ് ഒന്നും വേണ്ടട്ടോ. ഏതോ ഒരു യോഗത്തില് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടത്തി കഴിഞ്ഞപ്പം നമ്മുടെ സാധാരണ അവതാരികമാർ അങ്ങനെ പറയല്ലോ, താങ്കളുടെ നല്ല വാക്കുകൾക്ക് നന്ദി, അങ്ങനെ എങ്ങാണ്ട് ഒരു അവതാരക പറഞ്ഞതാണ്. അപ്പോഴത്തേക്ക് അമ്മാതിരി കമന്റ് ഒന്നും വേണ്ടട്ടോ. വേറൊരു മീറ്റിംഗില് മുപ്പരെ വിളിക്കാത്തി വൈകിപ്പോയി. എന്താണ് വിളിക്കാനൊരു താമസം? മറ്റൊരു മീറ്റിംഗിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൈക്ക് പ്രവർത്തിക്കുന്നില്ല. ഉടനെ പിടിച്ച് മൈക്കാരും തൂക്കിക്കൊല്ലാൻ പറഞ്ഞു. കണക്കിന് കൊടുത്ത് പത്തിക്കടിക്കാന്ന് കേട്ടില്ല, പത്തിക്കടിച്ചു. ആദ്യത്തെ 6 റൗണ്ട് അല്ലേ? ആദ്യത്തെ 6 റൗണ്ടില് പിണറായി വിജയൻ പിന്നിലെന്ന്. ധർമ്മടത്ത് പോലും ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ധർമ്മടത്ത് പോലും പിണറായി വിജയൻ സേഫ് അല്ല, അവിടെ പോലും തോൽക്കും. പക്ഷെ ഈ അന്തം കമ്മികൾ ആകെ അന്തം വിട്ടെന്താണെന്നറിയോ? അന്തം വിട്ടത് TV-യിലേക്ക് നോക്കിയപ്പോ പിണറായി പിന്നിൽ മിന്നൽ പിണറായി ഇതുവരെ മിന്നൽ പിണറായി, ഇപ്പൊ പിന്നിൽ പിണറായി. അതാണ് ഇന്നലെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നിൽ പിണറായി ആയി മാറിയ ദുരന്തമാണ് ഇന്നലെ കണ്ടത്. ഏതായാലും CPM-ന്റെ സെക്രട്ടേറിയറ്റ് എന്താ പറയുന്നത് അറിയോ? പോരായ്മകൾ തിരുത്തും. LDF-നുണ്ടായ പരാജയം അപ്രതീക്ഷിതമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരാജയം അംഗീകരിച്ച് പോരായ്മ തിരുത്തും അത്രേ. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയാക്കാനും പ്രകൃതി ദുരന്തങ്ങളിലും മഹാമാരിയുടെ ഘട്ടങ്ങളിലും ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോകാനുമായി വരാനുള്ള ആൾക്കാർ കേൾക്കണ്ടോ. പിന്നാലെ ഓടിച്ചെന്ന് പുറം കടപ്പുറാക്കുക കേട്ടോ വിജയ. വയനാട്ടില് ആ 410 കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടി 2 കൊല്ലായി. അവസാനം മൂപ്പര് വീട്ടിൽ പോയി കുത്തിരിക്കപ്പോ ആ മനുഷ്യര്, ആ പ്രകൃതി ദുരന്തത്തിന് ഇരയായ ആ മനുഷ്യർ ഇപ്പോഴും തെരുവിലാണ്. ആകെ 39 വീടാണ് താക്കോൽ കൊടുത്തത്. 39 വീടാ താക്കോൽ കൊടുത്തത്. ലീഗിന്റെ വീട്ടിൽ 51 ആൾക്കാർ താമസമാക്കി. വേറെ 54 വീടുകളുടെ പണിത ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് 27 സീറ്റിൽ മത്സരിച്ച ലീഗ് 22 സീറ്റിൽ ഏറ്റവും മിന്നുന്ന വിജയത്തോടെ വന്നു. ലീഗിന് ഒരു വനിതാ MLA-യുമായി ഫാത്തിമ തഹലിയ. TP രാമകൃഷ്ണൻ ഉളുപ്പുണ്ടോ? TP രാമകൃഷ്ണൻ വലിയ സഖാവാണ്. LDF-ന്റെ കൺവീനർ തോറ്റുപോയില്ലേ? എന്തൊക്കെയാണ് ആ പാവം പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞത്? കൗമിലക്കുട്ടിക്ക് വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പറത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മളെ ഹിന്ദുവായ ആർക്ക് വോട്ട് ചെയ്യണം, TP രാമകൃഷ്ണൻ വോട്ട് ചെയ്യാൻ അങ്ങനെ പറഞ്ഞില്ല. അതാണ് ഉദ്ദേശിച്ചത്. അത് അവിടെ കൗമിലക്കുട്ടി എന്ന് പറഞ്ഞത്രേ. എന്ന് പറഞ്ഞാൽ വർഗീയ കാർഡ് ഇറക്കിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടോ ഒരു പ്രാവശ്യം തന്നെങ്കിലും. ആ വടകരയിലെ ടീച്ചറമ്മ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഒക്കെ ഇറക്കി നാണം കെട്ട അവസ്ഥ കണ്ടില്ലായിരുന്നു. എന്നിട്ട് വീണ്ടും ഇവിടെ കൗമിലക്കുട്ടി
തോൽക്കണം, നിങ്ങളൊക്കെ തോൽക്കണം. ഇനി വേറൊന്ന് ഇവിടെ പറയുന്നത്, ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇനി കേരളം കാണില്ലടോ, കേരളം കാണില്ല. 3 BJP-ക്കാർ അല്ലേ, 3 BJP-ക്കാർ. BJP-ന്റെ അക്കൗണ്ട് നമ്മൾ പൂട്ടിച്ച്, ഇനി തുറക്കൂല. പൂട്ടിച്ച് ഇരട്ടപ്പൂട്ടിട്ടിട്ടാണ് പൂട്ടിയതാണ് ശിവൻകുട്ടി പറഞ്ഞത്. ശിവണ്ണൻ മറ്റേ പെൺകുട്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോ അടുത്ത ശിവണ്ണന്റെ ജീവിതം മാറ്റി വെച്ചത്. മറ്റേ മൊണാലിസ അല്ലേ, ആ പെൺകുട്ടിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചു. അപ്പം ഇനി ഏതായാലും ഗോവിന്ദന്റെ അപ്പം ഗോവിന്ദന്റെ കല്യാണാലോചന, മറ്റേ ശിവണ്ണന്റെ റഹീമിന്റെ ഒക്കെ എന്താ പറയാ കല്യാണം നടത്തി കൊടുക്കൽ പരിപാടി, അതൊക്കെയാണ് ഗംഭീരമായിട്ട് ഇനി നടക്കാൻ പോകുന്നത്. അങ്ങനെ ആണ് കാഴ്ചകൾ. ബാക്കി വിശേഷങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ പറയാണ്ട്, ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.